മനസ്സിലാക്കുന്നത്. ബസ് സ്റ്റാൻഡിലൊന്നും ഇപ്പോൾ പോലീസില്ല. ഇനിയിപ്പോൾ കെ സി വേണുഗോപാൽ MP-യുടെ പ്രസംഗം തീർന്നാൽ വീണ്ടും ഈ കയ്യേറ്റം ചെയ്തവരൊക്കെ വീണ്ടും ഇളകും. മാധ്യമപ്രവർത്തകർക്കും പോലീസിനും നേരെ തിരിയും എന്ന കാര്യം ഉറപ്പാണ്. വിനിത, സ്വാഭാവികമായിട്ടും പ്രകോപനം ഉണ്ടാവാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ മനസ്സിലാവുന്നത്. ഷാഫി പറമ്പലിനെതിരെ ഉണ്ടായ ആക്രമണത്തിൽ കോൺഗ്രസ്സുകാർക്ക് വൈകാരികമായിട്ടുള്ള പ്രതിഷേധമുണ്ട്, അവർക്ക് അമർഷമുണ്ട്. ആ അമർഷവും പ്രതിഷേധവും വൈകാരിക പ്രകടനങ്ങളും ഒക്കെ പോലീസിനോട് കാണിക്കുന്നത് നമുക്ക് നീതീകരിക്കാം. കാരണം ഇന്നലെ പോലീസ് അവരോട് എന്തൊക്കെയോ ചെയ്തു എന്നുള്ളതാണ് അവരുടെ ആരോപണം. പക്ഷേ അത് മാധ്യമപ്രവർത്തകരോട് കാണിക്കുന്നതിലെ അനീതിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം മാധ്യമപ്രവർത്തകർ ഈ UDF-ന്റെ പ്രതിഷേധ പ്രകടനം, കോൺഗ്രസിന്റെ പ്രതിഷേധ പ്രകടനം, കെ സി വേണുഗോപാൽ പങ്കെടുക്കുന്ന പരിപാടി റിപ്പോർട്ട് ചെയ്യാനാണ് പേരാമ്പ്രയിലെത്തിയത്. അവിടെ 2 യൂണിറ്റുകൾ, 2 ക്യാമറകൾ, 2 റിപ്പോർട്ടർമാർ, അവിടെയുള്ള നമ്മുടെ ക്യാമറ അസിസ്റ്റന്റ്മാർ, ഇവരൊക്കെ അവിടെ നിൽക്കുന്നത് ഈ UDF-ന്റെ പ്രതിഷേധ പരിപാടികൾ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ്. അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ റിപ്പോർട്ടർമാരെയും വീഡിയോ ജേർണലിസ്റ്റുകളെയും തടഞ്ഞു വെച്ചതുകൊണ്ട് എന്താണ് ഇവർക്ക് കിട്ടാൻ പോകുന്നത്? ഇവരെ ആക്രമിച്ചത് മാധ്യമപ്രവർത്തകരല്ല. ഇന്നലെ രാത്രി ഷാഫി പറമ്പലിന്റെ മൂക്കടിച്ചു പൊട്ടിച്ചത് മാധ്യമപ്രവർത്തകരല്ല, പോലീസാണെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. പിന്നെ മാധ്യമപ്രവർത്തകരാണ് അത് റിപ്പോർട്ട് ചെയ്തത്, അത് പുറത്തേക്ക് കൊണ്ടുവന്നത്. ഇപ്പോൾ ഷാഫി പറമ്പിൽ പറയുന്ന കാര്യങ്ങളും ഇന്നലെ ഷാഫി പറമ്പിൽ പറഞ്ഞതും ഇന്നിപ്പോൾ ഷാഫി പറമ്പിലിന് വേണ്ടി AICC ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ജനങ്ങൾ കേൾക്കുന്നത് മാധ്യമങ്ങളിലൂടെയാണ്. സ്വാഭാവികമായിട്ടും ഇന്നത്തെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം, മാധ്യമങ്ങളുടെ കാഴ്ചകളൊക്കെ കോൺഗ്രസിന് അനുകൂലമാണ്. ആ രാഷ്ട്രീയ അന്തരീക്ഷത്തെ ഉപയോഗപ്പെടുത്തുന്നതിനും അവരുടെ ആൾബലവും ആൾക്കൂട്ടവും ഒക്കെ കാണിക്കുന്നതിന് പകരം ആ കൈക്കരുത്ത് മാധ്യമങ്ങളോട് കാണിച്ചു കളയാമെന്ന് കാണിക്കുന്ന ബുദ്ധിശൂന്യത ആരുടേതാണ് എന്നുള്ളതാണ്. ഇതിനെ കയറൂരി വിടാനാണോ കോൺഗ്രസിന്റെ തീരുമാനം, അല്ലെങ്കിൽ നിയന്ത്രിക്കാനാണോ എന്നുള്ളതാണ്. ഇതിനകം തന്നെ കോൺഗ്രസ് പ്രവർത്തകർക്കും നേതാക്കന്മാർക്കും ഇടയിലേക്ക് ഈ വാർത്ത എത്തിയിട്ടുണ്ടാവും. അവർ നിയന്ത്രിക്കുകയാണെങ്കിൽ അവർ നിയന്ത്രിക്കട്ടെ എന്നുള്ളതാണ്. നമ്മൾ അവിടുത്തെ കോൺഗ്രസിന്റെ പ്രതിഷേധം റിപ്പോർട്ട് ചെയ്യാൻ എത്തിയതാണ്, കോൺഗ്രസിനെതിരെ റിപ്പോർട്ട് ചെയ്യാനല്ല. കോൺഗ്രസ് എന്ത് പറയുന്നു, UDF എന്ത് പറയുന്നു എന്ന് റിപ്പോർട്ട് ചെയ്യാൻ എത്തിയതാണ്. ആ റിപ്പോർട്ടിംഗ് നടത്താൻ സ്വതന്ത്രമായ സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് അവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഉചിതമായി ചെയ്യാനുള്ളത്. അതവർ ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിലെ സാഹചര്യം അത് ആ രീതിയിൽ തന്നെയുള്ളതാണ്. നിലവിലെ സാഹചര്യത്തിൽ അവിടെ സംഘർഷ സാഹചര്യം ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ സംഘർഷ സാഹചര്യം ഇല്ലാത്തൊരു അന്തരീക്ഷം അത് നിലനിർത്താൻ കോൺഗ്രസിന്റെ നേതൃത്വം ഇടപെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് രാവിലെയും കോഴിക്കോട്ടും നമ്മുടെ ഡ്രൈവർ നന്ദുവിനെതിരെയും അതുപോലെ തന്നെ ഇന്ന് രാവിലെ അവിടെ മാധ്യമപ്രവർത്തകർക്കെതിരെയും ഒക്കെ ചെറിയ തോതിലൊക്കെ ചിലരൊക്കെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ വളരെ കൃത്യമായി ഇടപെട്ട് അവരെ അനുനയിപ്പിച്ച് പറഞ്ഞയക്കാനൊക്കെ സാധിച്ചുകൊണ്ട് ഒരു സംഘർഷ സാഹചര്യം ഉണ്ടായില്ല. പക്ഷേ പേരാമ്പ്രയിൽ ഇതിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് മാത്രമല്ല, നേരത്തെ ഷാഫി പറമ്പലിനെതിരെ വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായപ്പോൾ അത് റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോൾ അന്ന് രാത്രി കോൺഗ്രസുകാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പ്രതികരണം വളരെ മോശമായിരുന്നു പേരാമ്പ്രയിൽ. അതിനെതിരെ നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. പേരാമ്പ്ര പോലീസ് അതിൽ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ രീതിയിൽ സമാനമായ സാഹചര്യം ഇന്നും ഉണ്ടാവുന്നു. കോൺഗ്രസ് പ്രവർത്തകർ ഹാലിളകി വരുന്നത് മാധ്യമപ്രവർത്തകർക്കെതിരെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ ഗ്രൂപ്പുകളിലൊക്കെ ഈ വാർത്ത വന്നിട്ടുണ്ട്. റിപ്പോർട്ടറിന്റെ വാർത്ത തന്നെയാണ് അവർ ഷെയർ ചെയ്യുന്നത്. പക്ഷേ അത് റിപ്പോർട്ടർ സംഘത്തിനെതിരെ വീണ്ടും ആക്രമണം നടത്തൂ എന്നൊക്കെയുള്ള ആഹ്വാനം എന്ന നിലയ്ക്കാണ് വരുന്നത് കേട്ടോ. വിനിത, ഈ ആൾക്കൂട്ടത്തെ അല്ലെങ്കിൽ ഈ സൈബർ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ സാധിക്കാത്തതാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ പ്രശ്നം. കോൺഗ്രസ് നേതാക്കന്മാർ ആഗ്രഹിച്ചാൽ പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കോൺഗ്രസിന്റെ സൈബർ ആൾക്കൂട്ടം മാറി എന്നുള്ളത് നേതാക്കന്മാർ പോലും സമ്മതിക്കുന്നതാണ്. ഈ ആൾക്കൂട്ടത്തെ പിരിച്ചുവിടണം എന്ന ആവശ്യം പോലും നേതാക്കന്മാർക്കുണ്ടായിരുന്നു. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്നപ്പോൾ VD സതീഷിനെതിരെ രംഗത്തിറങ്ങിയത് കോൺഗ്രസിന്റെ സൈബർ ആൾക്കൂട്ടമായിരുന്നല്ലോ. ആ ആൾക്കൂട്ടത്തിന്റെ പ്രതികരണങ്ങൾ ഇതേ രീതിയിലാവുന്ന ഒരു അത്ഭുതവുമില്ല. പക്ഷേ ഇവിടെ ആൾക്കൂട്ടം എന്ന് പറയുന്നത് നേതാക്കന്മാർ നിയന്ത്രിക്കുന്ന ഒരു ആൾക്കൂട്ടമാണ്. KC വേണുഗോപാൽ ഇരിക്കുന്നൊരു വേദി, അതുപോലെ DCC പ്രസിഡന്റ് ഇരിക്കുന്നൊരു വേദി, കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കന്മാർ ഇരിക്കുന്നൊരു വേദിക്ക് കീഴെ അച്ചടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകരാണെങ്കിൽ അവർ മാധ്യമങ്ങൾക്കെതിരെ കയ്യേറ്റം ഉന്നയിക്കുമോ?